നമസ്കാരം. തൃശൂർ പൂരത്തിനിടെ പോലീസ് അഴിഞ്ഞാടിയതും ഭക്തർക്ക് നേരെ അക്രമം അഴിച്ചുവിട്ടതും സർക്കാരിന്റെ താൽപര്യപ്രകാരം എന്നതിന് കൂടുതൽ തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. പൂരത്തലേന്ന് ഇതിനുള്ള ആസൂത്രണം നടന്നുവെന്നാണ് സൂചന. 3500 പോലീസുകാരെയാണ് നിയോഗിച്ചിരുന്നത്. ഇവരിൽ പലരും ആദ്യമായാണ് പൂരത്തിന് എത്തുന്നത് തന്നെ. പൂരത്തലേന്ന് പോലീസുകാരുടെ യോഗത്തിൽ പൂരച്ചടങ്ങുകൾ മുതിർന്ന ഉദ്യോഗസ്ഥർ വിവരിച്ചു കൊടുക്കുന്ന ഒരു പതിവുണ്ട്. ഇക്കൊല്ലം അതങ്ങ് ഒഴിവാക്കി. എന്താണ് പ്രധാന ചടങ്ങുകൾ എന്നോ പൂരങ്ങൾ കടന്നു വരുന്ന വഴിയേതെന്നോ അറിയാതെ പോലീസുകാർ നട്ടം തിരിയുകയാണ് ഉണ്ടായത്. പൂരത്തിന് രാവിലെ മുതൽ ഒരു അനിശ്ചിതത്വം പ്രകടമായിരുന്നു. എല്ലായിടത്തും തർക്കങ്ങൾ ഉണ്ടായി. പ്രതിഷേധിക്കുന്നവരെ മുഴുവൻ അടിക്കാനായിരുന്നു കമ്മീഷണറുടെ നിർദ്ദേശം. പൂരത്തെക്കുറിച്ച് അറിയാവുന്ന ചില സീനിയർ ഉദ്യോഗസ്ഥരെയും ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി. തൃശൂർ പൂരത്തിന് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകനെതിരായ പോലീസ് ഇന്റലിജൻസിന്റെ റിപ്പോർട്ടിലെ പരാമർശങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. കമ്മീഷണർ പ്രശ്നം സൃഷ്ടിച്ചെന്ന് കാണിച്ച ആഭ്യന്തര വകുപ്പിന് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കമ്മീഷണറെ മാറ്റാനുള്ള തീരുമാനമടക്കമുണ്ടായത്. തൃശൂരുമായും പൂരവുമായും ബന്ധമുള്ള ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം പൂരം ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയത് അന്വേഷിക്കണമെന്നും സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിലുണ്ട്. കമ്മീഷണറുടെ കർക്കശ നിലപാട് പോലീസ് സമൂഹത്തിന് ഒന്നടങ്കം കളങ്കമുണ്ടാക്കിയെന്ന് റിപ്പോർട്ടിലുണ്ടെന്നാണ് മാതൃഭൂമിയുടെ റിപ്പോർട്ട്. ഇതു കാരണം പൂരത്തിന് ഏറെ വിയർപ്പൊഴുക്കിയ പോലീസുകാരും പഴി കേൾക്കേണ്ടി വന്നുവെന്ന ഇന്റലിജൻസ് നിഗമനവും ഉണ്ടെന്നാണ് റിപ്പോർട്ട്. തിരുവമ്പാടി വിഭാഗം പൂരം നിർത്തിവെച്ചപ്പോൾ ആദ്യം ഓടിയെത്തിയത് സുരേഷ് ഗോപിയായിരുന്നു. വെറുമൊരു പോലീസുകാരന്റെ വിക്രിയകളല്ല അവിടെ നടന്നത്. ആരുടെയോ നിർദ്ദേശങ്ങൾ കൃത്യമായി നടപ്പിലാക്കുകയായിരുന്നു എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. വിഷയത്തിൽ ജുഡീഷ്യൽ അന്വേഷണമാണ് അഭികാമ്യം. ആചാരങ്ങൾ മാത്രമല്ല, ജനങ്ങളുടെ അവകാശങ്ങളും നിഷേധിക്കപ്പെട്ടു. പൂരം നടത്തിപ്പ് ദേവസ്വങ്ങൾക്ക് പൂർണ്ണമായി വിട്ടു നൽകണമെന്നും പോലീസ് സുരക്ഷയുടെ കാര്യം മാത്രം നോക്കിയാൽ മതിയെന്നും തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ സുന്ദർ മേനോനും സെക്രട്ടറി കെ ഗിരീഷ് കുമാറും പത്രസമ്മേളനത്തിൽ പറയുകയുണ്ടായി. പൂരത്തിൽ രാഷ്ട്രീയം കലക്കരുതെന്നും അവർ പ്രത്യേകം ആവശ്യപ്പെട്ടു. കമ്മീഷണർ അങ്കിത് അശോകനെതിരായ നടപടി രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുകയാണ്. എന്നാൽ ACP സുദർശൻ തങ്ങളോട് പൂർണ്ണമായി സഹകരിച്ച ഉദ്യോഗസ്ഥരാണെന്നും അവർ വ്യക്തമാക്കാൻ മറന്നില്ല. ഇക്കാര്യം മുഖ്യമന്ത്രിയെ ധരിപ്പിക്കും. പൂരം ഡ്യൂട്ടിയുള്ള എല്ലാ സേനാംഗങ്ങൾക്കും പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള ഡ്യൂട്ടി ബ്രീഫിംഗ് എന്ന വിശദീകരണം ഇത്തവണ നടത്തിയില്ലെന്ന ഗുരുതര ആരോപണവുമുണ്ട്. പൂരം നടത്തിപ്പുകാരായ ദേവസ്വങ്ങൾക്ക് പ്രതിസന്ധി സൃഷ്ടിക്കാനായിരുന്നു ഇത്. ആരോപണ വിധേയനായ കമ്മീഷണർ അങ്കിത് അശോകനെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാർ ഇപ്പോഴും സ്വീകരിക്കുന്നത്. കമ്മീഷണറെ സസ്പെൻഡ് ചെയ്ത് അന്വേഷിക്കണമെന്ന് എല്ലാ കോണുകളിൽ നിന്നും ആവശ്യമുയർന്നിട്ടും സർക്കാർ വഴങ്ങിയിട്ടില്ല. സ്ഥലം മാറ്റത്തിൽ ഒതുക്കാനാണ് നീക്കം. അതേസമയം കമ്മീഷണർക്കൊപ്പം അസിസ്റ്റന്റ് കമ്മീഷണർ കെ സുദർശനനെ സ്ഥലം മാറ്റാനുള്ള തീരുമാനത്തിൽ പോലീസിനുള്ളിൽ തന്നെ പ്രതിഷേധവും ഉയരുന്നുണ്ട്. കമ്മീഷണർ പലവട്ടം പ്രകോപനം ഉണ്ടാക്കിയിട്ടും സുദർശനൻ ഉൾപ്പെടെയുള്ള മുതിർന്ന ഓഫീസർമാരുടെ സംയമനമാണ് പലപ്പോഴും കാര്യങ്ങൾ കൈവിട്ടു പോകാതെ കാത്തത്. സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന ആവശ്യവും ഉയരുന്നു. അനിഷ്ട സംഭവങ്ങൾ ആസൂത്രിതമാണെന്ന സംശയം ബലപ്പെടുകയാണെന്ന് തൃശൂർ ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിയും പറഞ്ഞു. മേലുദ്യോഗസ്ഥർക്ക് മാത്രമായിരുന്നു ഡ്യൂട്ടി ബ്രീഫിംഗ് ഉണ്ടായിരുന്നത്. മറ്റുള്ളവർക്ക് എവിടെയാണ് ഡ്യൂട്ടി എന്ന് പോലും അറിയില്ലായിരുന്നു. ഭൂരിഭാഗം പേരും ഡ്യൂട്ടി ബുക്ക് പോലും ഒപ്പിട്ട് വാങ്ങിയിട്ടില്ല എന്ന വിവരവും വരുന്നു. വനിതാ ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ഇതോടെ വലഞ്ഞു. മറ്റു ജില്ലകളിൽ നിന്നെത്തിയ പോലീസുകാരെ അടക്കം പൂരം എങ്ങനെ നടക്കുമെന്ന് കൃത്യമായി ധരിപ്പിക്കാറുണ്ട്. ചടങ്ങുകളും സമയക്രമങ്ങളും അറിയിക്കും. ഇതനുസരിച്ചാണ് ഡ്യൂട്ടി ക്രമീകരിക്കുക. രാവിലെ വരുന്ന ഘടകപൂരങ്ങളുടെയും പ്രധാന പൂരത്തിന്റെയും അടക്കം തനിയാവർത്തനം രാത്രിയിലും ഉണ്ടെന്ന് അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്നവർക്ക് അറിയില്ലായിരുന്നുവെന്നാണ് ആരോപണം. ഇതാണ് പൂരം എത്തുന്നതിന് മുമ്പേ തന്നെ ബാരിക്കേഡുകൾ വെച്ച് വഴി അടയ്ക്കാനിടയാക്കിയതെന്നും പറയുന്നു. ജനങ്ങൾ തള്ളിക്കയറിയതോടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ ലാത്തിചാർജ് നടത്തുകയായിരുന്നു. പൂരത്തിന് വിവിധ വകുപ്പുകളിൽ നിന്ന് ഡ്യൂട്ടിക്കായി നിയോഗിച്ചിരുന്ന സർക്കാർ ജീവനക്കാരെ വിവിധ ഇടങ്ങളിൽ തടഞ്ഞ പോലീസ് നടപടിയിലും പ്രതിഷേധമുണ്ട്. നന്ദി.